ഒറ്റപ്പാലം NSS കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസും ലൈബ്രറിയും ഒക്കെയായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നിരഞ്ജന മാഗസിൻ കമ്മിറ്റിയിൽ അംഗമായിരിക്കെയാണ് SFIയിൽ സജീവ പ്രവർത്തകനായിരുന്ന സീനിയറായിരുന്ന സിദ്ധാർത്ഥിനെ കൂടുതൽ പരിചയപ്പെടുന്നത്. ഒരിക്കൽ കമ്പൈൻ സ്റ്റഡിക്കിടയിൽ ഇടയ്ക്ക് കയറി തമാശകൾ പറഞ്ഞ് പഠിത്തത്തിന് മൂട് മാറ്റിയ സിദ്ധാർത്ഥിനെ അവൾ ഓടിച്ചു വിട്ടത് പുള്ളിക്ക് അത്ര പിടിച്ചില്ല. പിന്നീട് അവളെ കണ്ടാലും മിണ്ടാതെ നടന്നവന്റെ പിന്നാലെ നടന്ന് ആ പിണക്കം അവൾ തന്നെ ഒത്തുതീർപ്പാക്കി. കോളേജ് കഴിഞ്ഞ് പിരിഞ്ഞെങ്കിലും ക്യാമ്പസ് സൗഹൃദം അവർ തുടർന്നിരുന്നു. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കൂട്ടുകാരെ പോലെ പറയാൻ ഒരാളായപ്പോൾ അവനവളോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. കൊറോണ കാലത്ത് എൻട്രൻസ് പ്രിപ്പറേഷൻസിലായിരുന്ന നിരഞ്ജനയെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ട്, പരീക്ഷ കഴിയട്ടെ എന്നവൻ സൂചിപ്പിച്ചിരുന്നു. പരീക്ഷക്കാലം കഴിഞ്ഞപ്പോൾ പറയാനുള്ള കാര്യം പ്രപ്പോസലായി അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളും നമ്പരുന്നു. മറുപടി പറയാൻ സമയം ചോദിച്ചെങ്കിലും അവൾക്കധികം ആലോചിക്കേണ്ടി വന്നില്ല. തിരക്കുകൾക്കിടയിലും അവളുടെ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുന്ന ഒരാളെ, പൊട്ടിവിടുന്ന ഇഷ്ടം പരീക്ഷ കഴിയും വരെ പറയാൻ കാത്തിരുന്ന ഒരാളെ അവളും തിരിച്ചിഷ്ടപ്പെട്ടു തുടങ്ങി. തുടർ പഠനത്തിനും കരിയർ പ്ലാനിങ്ങിനും ഇടയിൽ പ്രണയം അവളുടെ വീട്ടിലറിഞ്ഞപ്പോൾ അവർ ഞെട്ടിയത് ആ അടുപ്പ് മറിഞ്ഞിട്ടായിരുന്നില്ല, അവൾക്കെങ്ങനെ പ്രണയമുണ്ടായി എന്നോർത്തായിരുന്നു. അപ്പുറത്ത് അച്ഛനെ പോലെ ഒരു ഏട്ടനുള്ളപ്പോൾ അവന്റെ അനുരാഗത്തിനും വീട്ടിൽ അനുമതി കിട്ടി. സ്കൂൾ മാഷായ സിദ്ധാർത്ഥിനും ജേർണലിസ്റ്റായ നിരഞ്ജനയ്ക്കും പ്രേമിച്ചതേ ഓർമ്മയുള്ളൂ. ബാക്കിയൊക്കെ വീട്ടുകാർ ഏറ്റെടുത്തതും ഈ ഡിസംബർ 21 കല്യാണത്തിന് ഡേറ്റ് എടുത്തതും ഒന്നും അവരറിഞ്ഞില്ല. സിദ്ധാർത്ഥിനും നിരഞ്ജനയ്ക്കും കോടാനുകോടി കല്യാണ മംഗളങ്ങൾ.